നമ്മൾ കെമിസ്ട്രി ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. കെമിസ്ട്രിയാണ് എടുക്കുന്നത്. കെമിസ്ട്രി 313 ആണ് അല്ലേ ഇതിൻ്റെ കോഡ് പറയുന്നത്. അപ്പോൾ കെമിസ്ട്രിയിൽ നമുക്ക് ഇവിടെ 8 മോഡ്യൂൾസാണുള്ളത്. നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടാവുമല്ലോ. കെമിസ്ട്രിയിൽ 8 മോഡ്യൂൾസാണുള്ളത്. ആ ഒരു 8 മോഡ്യൂൾസിൽ ടോട്ടലായിട്ട് 32 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതാണ് കണ്ടൻസ്. അതിൽ ഫസ്റ്റ് വൺ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി, സെക്കൻഡ് അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ, കെമിക്കൽ എനർജറ്റിക്സ്, കെമിക്കൽ ഡൈനാമിക്സ്, പിന്നെ എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്. അത് ഇതിൽ കൊടുത്തിട്ടില്ല, അത് വേറെ വേറെ ആയിട്ടാണുള്ളത്. ഓരോ മോഡ്യൂൾസും ഓരോരോ ചാപ്റ്റേഴ്സായിട്ടാണുള്ളത്. ആൻഡ് ഇത് 32 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എക്സാമിനുണ്ടാവുക 60%. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള 60% കാര്യങ്ങളാണ് പിന്നെ എക്സാമിനുണ്ടാവുക. ആൻഡ് 40% TMA ആയിരിക്കും, ടീച്ചേഴ്സ് മാർക്ക്ഡ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അത് എഴുതാനുള്ളതാണ്, അസൈൻമെൻറ്റ് എഴുതാനുള്ളതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്സ് എക്സാമിനുണ്ടാവില്ല, മറ്റുള്ള ടോപ്പിക്സാണ് എക്സാമിനുണ്ടാവുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സം ബേസിക് കോൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. അതിൽ ആറ്റംസ്, മോളിക്യൂൾസ്, പിന്നെ കെമിക്കൽ അരിത്തമെറ്റിക് ആണ് അതിൽ വരുന്നത് മെയിനായിട്ട്. അപ്പോൾ ഒരു ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ചാപ്റ്റേഴ്സ് ഇതാ ഓരോരോ ലെസൺസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റോഷ്യോമെട്രി. എന്താണ് സ്റ്റോഷ്യോമെട്രി എന്ന് വെച്ചാൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിലേറ്റീവ് ക്വാണ്ടിറ്റീസ് ഓഫ് സബ്സ്റ്റൻസസ് ടേക്കിംഗ് പാർട്ട് ഇൻ എ റിയാക്ഷൻ ഓർ ഫോമിങ് എ കോമ്പൗണ്ട്, ടിപ്പിക്കലി എ റേഷ്യോ ഓഫ് ഹോൾ ഇൻഡിജേഴ്സ്. എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ അതിൻ്റെ റിയാക്റ്റൻസും പ്രോഡക്റ്റ്സും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു റിയാക്റ്റൻസും പ്രോഡക്ട്സും ഈക്വൽ ആവണം അല്ലേ. അതിൽ നമ്മളെടുക്കുന്ന കോമ്പൗണ്ട്സ് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ആ ഒരു റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്ന പേരാണ് സ്റ്റോഷ്യോമെട്രി. ഓക്കെ, പിന്നെ മോൾ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന ആറ്റങ്ങളുടെയും അല്ലെങ്കിൽ മോളിക്യൂൾസിൻ്റെയും ഒക്കെ ഒരു വെയിങ്, അതിൻ്റെ ഒരു കോൺസെപ്റ്റ്, എത്ര നമ്പേഴ്സാണോ നമ്മൾ എടുക്കുന്നത് അതിനെയാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 1 മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ്. ആ ഒരു നമ്പറിനെ നമ്മൾ അവഗാഡ്രോ നമ്പർ എന്നാണ് പറയുന്നത്. അത് ഈ ചാപ്റ്ററിൽ ഇനി പഠിക്കാനുണ്ട്. ഓക്കെ, ഇനി കെമിസ്ട്രീൻ്റെ സ്കോപ്സ് ആണ്. കെമിസ്ട്രീൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ മെയിനായിട്ട് 4 സ്കോപ്പുകളാണുള്ളത്. ഒന്നാമത് ഹെൽത്ത് ആൻഡ് മെഡിസിൻ, രണ്ടാമത്തേത് എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ആൻഡ് ഫോർത്ത് വൺ ഈസ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് മെഡിസിൻ. നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ രംഗത്ത്, മെഡിക്കൽ ഫീൽഡുകളിലൊക്കെ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഉപയോഗിക്കുന്ന, പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ അതിൻ്റെ കെമിസ്ട്രി നമ്മൾ അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിന് മെയിനായിട്ട് 3 അഡ്വാൻസസ് ആണുള്ളത് ഹെൽത്ത് ആൻഡ് മെഡിസിനിൽ. ഒന്നാമത്തേത് ടു പ്രിവെൻറ്റ് ആൻഡ് ട്രീറ്റ് ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാനും പിന്നെ ട്രീറ്റ് ചെയ്യാനും. ഓക്കെ, ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനും പ്രിവെൻറ്റ് ചെയ്യാനും. പിന്നെ സെക്കൻഡ് വൺ സാനിറ്റേഷൻ സിസ്റ്റം ടു പ്രൊട്ടക്റ്റ് വാസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ഫ്രം ഇൻഫെക്ഷ്യസ് ഡിസീസസ്. അപ്പോൾ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസസിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, മീൻസ് അവിടെ നമ്മൾ ഓരോ വാക്സിൻസും ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി തേർഡ് അഡ്വാൻസ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ് ആൻഡ് ആൻറ്റിബയോട്ടിക്സ് ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ടു പ്രിവെൻറ്റ് ഡിസീസസ് സ്പ്രെഡ് ബൈ മൈക്രോബ്സ്. അപ്പോൾ മൈക്രോബ്സിൻ്റെയൊക്കെ സ്പ്രെഡ് വഴിയുള്ള വരുന്ന മീൻസ് കൊറോണ അതുപോലെയുള്ള ഡിസീസസ് ഉണ്ടല്ലോ, കൊറോണ, മലേറിയ അതുപോലത്തെ ഡിസീസുകൾക്ക് നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, പിന്നെ എയ്ഡ്സ് അതുപോലെയുള്ള കാര്യങ്ങൾക്ക്. അപ്പോൾ ഇതിൻ്റെ ഫാർമസ്യൂട്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും എല്ലാത്തിനും വേണ്ടിയിട്ട് കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാത്രമല്ല അതിലുള്ള മെയിനായിട്ടുള്ള ഒരു റെവല്യൂഷനാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. ജനറ്റിക്കലായിട്ടുള്ള ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാനും പിന്നെ അതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള
ട്രീറ്റ്മെൻറ്റിനൊക്കെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പാർട്ടാണ് എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്. നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് എനർജി ഒരു ബൈ പ്രൊഡക്റ്റാണ് അല്ലേ. വിവിധ തരത്തിലുള്ള കെമിക്കൽ പ്രോസസ്സുകളുടെ ഒരു ബൈ പ്രൊഡക്റ്റാണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മളെ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഫോസിൽ ഫ്യൂവൽസ്, സോളാർ എനർജി, ന്യൂക്ലിയർ ഫിഷൻ ആൻഡ് ന്യൂക്ലിയർ ഫ്യൂഷൻസ്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ നമുക്ക് സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മേജർ സോഴ്സ് ഓഫ് എനർജിയാണ് സൺലൈറ്റ്. അപ്പോൾ ഈ ഒരു സൺലൈറ്റ് ഭൂമിയിലേക്ക് വന്നിട്ട് അത് വീണ്ടും അതിലുള്ള എനർജി അവിടെ വേസ്റ്റ് ആയി പോവുകയാണ്. മീൻസ് അത് റിഫ്ലക്റ്റ് ചെയ്തിട്ട് തിരിച്ച് ഒരു അന്തരീക്ഷത്തിൽ തന്നെ പോവുകയാണ്. അപ്പോൾ ഈ എനർജീനെ കൺവേർട്ട് ചെയ്തിട്ട് അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജിയിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വേണം, ഇതിൻ്റെ കെമിസ്ട്രീസ്, അതിൻ്റെ മീൻസ് അതിൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ, ഇതൊക്കെ കെമിസ്ട്രിയുടെ ഹെൽപ്പ് വഴി മാത്രമേ നമുക്കിതിൻ്റെയൊക്കെ മീൻസ് അതിൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി. മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അതിനു മുമ്പേ ഈ എനർജീൻ്റെ കാര്യത്തിൽ തന്നെ ഫോസിൽ ഫ്യൂവൽസിൻ്റെ പിന്നെ ഓട്ടോമൊബൈൽസിലൊക്കെ കറ്റാലിക് കൺവേർട്ടേഴ്സൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഈ ഒരു ഫോസിൽ ഫ്യൂവൽസ് അത് എന്ന് പറയുന്നത് നമ്മൾ സൺലൈറ്റാണ് ഏറ്റവും നല്ല എനർജി. മീൻസ് ബേണിങ് ഫോസിൽ ഫ്യൂവൽസൊക്കെ ബേൺ ചെയ്യുമ്പോൾ അത് നമ്മളെ നാച്ചുറിന് ഹാംഫുള്ളാണ്. ഓക്കെ, പിന്നെ അതുപോലെ ഇതിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ബാറ്ററീസും പിന്നെ ഇലക്ട്രിക് കാർസൊക്കെ കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റാണ് മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കണ്ടുപിടുത്തത്തോടെ നമ്മളെ ടെക്നോളജി നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ആ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ പോളിമേഴ്സ്, സെറാമിക്സ്, ലിക്വിഡ് ക്രിസ്റ്റൽസ്, പിന്നെ സൂപ്പർ കണ്ടക്ടേഴ്സ്, ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തം നമ്മളെ ഇലക്ട്രിക്കൽ എനർജീനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. മീൻസ് ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ സെറാമിക്സ് ആയാലും പ്ലാസ്റ്റിക്സ് ആയാലും പോളിമേഴ്സ് ആയാലും ലിക്വിഡ് ക്രിസ്റ്റൽസ് ആയാലും ഇതിൻ്റെയൊക്കെ കണ്ടുപിടുത്തത്തിനും അതെങ്ങനെ നമുക്കത് യൂസ് ചെയ്യാനാവും ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫോർത്ത് വണ്ണാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അതിലുള്ള ക്രോപ്സിൻ്റെയും പിന്നെ വീഡ്സിൻ്റെയും ഒക്കെ ന്യൂട്രിയൻസിൻ്റെ ഒരു മേഖലയായാലും പിന്നെ സോയിൽസിൻ്റെ റിച്ച്നെസ് ഇതിനൊക്കെ അതിൻ്റെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രികൾച്ചർ പ്രോഡക്റ്റ് ആയാലും പിന്നെ ഈ ഒരു വിളകളുടെ നാശം കണ്ടുപിടിക്കാനും പിന്നെ മീൻസ് ഓരോ കീടനാശിനിയൊക്കെ ഉപയോഗിക്കുന്നതിന് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കെമിസ്ട്രി അറിയാം. അതിൻ്റെയൊക്കെ കെമിസ്ട്രി അറിയേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ 4 പാർട്സാണ്. കെമിസ്ട്രീൻ്റെ സ്കോപ്സ് 4 ഹെൽത്ത് ആൻഡ് മെഡിസിൻ, എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. നെക്സ്റ്റ് പാർട്ടാണ് ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. പ്രധാനമായിട്ടും 3 ലോസാണുള്ളത്. ഇതിൽ ഒന്നാമത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഇത് പ്രൊവൈഡ് ചെയ്തത് ഫ്രഞ്ച് കെമിസ്റ്റായ ആൻ്റണി ലാവോസിയറാണ്. ആൻഡ് ഈ ഒരു ലോ പറയുന്നത് ഇൻ എവരി കെമിക്കൽ റിയാക്ഷൻ ടോട്ടൽ മാസ് ഓഫ് ഓൾ റിയാക്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ മാസസ് ഓഫ് ഓൾ ദ പ്രോഡക്ട്സ്. എന്ന് വെച്ചാൽ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആയാലും അതിൻ്റെ റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ടോട്ടൽ മാസിന് ഈക്വൽ ആയിരിക്കും. ഈ രണ്ടാമത്തെ ലോ എന്ന് പറയുന്നത് ഫ്രഞ്ച് കെമിസ്റ്റായ ക്ലോഡ് ബെർട്ട്ലോട്ടും ജോസഫ് പ്രോസ്റ്റിൻ്റെയും ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനാണ്. ഈ ഒരു ലോ പറയുന്നത് ഇൻ എ ഗിവൻ കെമിക്കൽ കോമ്പൗണ്ട് ദ പ്രൊപ്പോർഷൻസ് ബൈ മാസ് ഓഫ് ഓൾ എലിമെൻറ്റ്സ് ദാറ്റ് കമ്പോസ് ഇറ്റ് ആർ ഫിക്സഡ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഒറിജിൻ ഓഫ് ദ കോമ്പൗണ്ട് ഓർ ഇറ്റ്സ് മോഡ് ഓഫ് പ്രിപ്പറേഷൻ. എന്ന് വെച്ചാൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എലമെൻറ്റുകളുടെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതതിൻ്റെ ഒറിജിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മീൻസ് ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോൾ കൂടുതൽ ക്ലിയർ ആവും. ഇപ്പോൾ വെള്ളം, വാട്ടറിൻ്റെ കെമിക്കൽ ഫോർമുല H2O ആണല്ലോ. അപ്പോൾ H2O എന്ന് പറയുമ്പോൾ അത് ഏത് വെള്ളം നമ്മൾ എടുക്കുകയാണെങ്കിലും ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ചളിവെള്ളം എടുക്കുകയാണ്. ഒരു ചളിവെള്ളത്തിൻ്റെയും
പിന്നെ ഈ സാധാ നോർമൽ വാട്ടറിൻ്റെയും ഏതിൻ്റെയും കെമിക്കൽ കോമ്പോസിഷൻ എന്ന് പറയുന്നത് H2O ആണ്. അവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നത്. അത് അതിൻ്റെ ഒറിജിൻ, അത് എവിടെയാണോ അതിൻ്റെ ഒറിജിൻ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ ലോ ആണ് ജോൺ ഡാൾട്ടൻ്റെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് വെച്ചാൽ വെൻ 2 elements from more than one compound, the masses of one element in this compound for a fixed mass of the other element are in the ratio of small whole numbers. means ഇപ്പോൾ രണ്ട് കോമ്പൗണ്ടുകളുടെ മീൻസ് ഒരേ എലിമെൻറ്റ്സ് വെച്ചിട്ടുള്ള 2 കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് വാട്ടർ മോളിക്യൂൾ ഉണ്ടാകുന്നുണ്ട്, ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, H2O ഉണ്ട്, H2O2 ഉണ്ട്. അപ്പോൾ ഈ 2 കോമ്പൗണ്ട്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഓക്സിജൻ്റെത് ഒന്നിൽ ഓക്സിജൻ 1 ആണ്, മറ്റേതിൽ O2 ആണ്. അപ്പോൾ ഈ ഒരു ഓക്സിജനോട് കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2O ആണല്ലോ. അപ്പോൾ ഈ 2 കോമ്പൗണ്ടുകൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് ഉണ്ടാവുക. അവിടെ 2ലും ഹൈഡ്രജൻ 2 ആണ് അല്ലേ, 2 × 1 അല്ലേ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്. അപ്പോൾ ആ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും അത് ഉണ്ടാകുന്നത്. മീൻസ് 2 എലിമെൻറ്റുകൾ തമ്മിൽ ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാകുന്നു. നെക്സ്റ്റ് ആണ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിലെ 4 പോസ്റ്റുലേറ്റ്സ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്ന് പറഞ്ഞാൽ മാറ്റർ കൺസിസ്റ്റ് ഓഫ് ഇൻഡിവിസിബിൾ ആറ്റം. എന്ന് വെച്ചാൽ മാറ്ററിലെ ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് ഉണ്ടാകും. ആറ്റത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. Second postulate, all the atoms of given chemical element are identical in mass and all the other properties. അപ്പോൾ ഒരു കെമിക്കൽ എലമെൻറ്റിലെ എല്ലാ ആറ്റങ്ങൾക്കും സിമിലർ ആയിട്ടുള്ള മാസും പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും അതിൻ്റെ മാസും പ്രോപ്പർട്ടീസും സിമിലർ ആയിരിക്കും. മൂന്നാമത്തേത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആറ്റങ്ങളാണെങ്കിൽ അതിൻ്റെ മാസസും പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടീസും ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ ആറ്റംസ് ആർ ഇൻഡസ്ട്രക്റ്റബിൾ ആൻഡ് റിട്ടൈൻ ദെയർ ഐഡൻറ്റിറ്റി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്. ആറ്റത്തിനെ നശിപ്പിക്കാൻ കഴിയില്ല, മാത്രമല്ല അത് കെമിക്കൽ റിയാക്ഷനിൽ ഓരോ ആറ്റവും അതിൻ്റെ ഐഡൻറ്റിറ്റി റിട്ടൈൻ ചെയ്യുന്നുണ്ട്. മീൻസ് അതിൻ്റെ മാസും പ്രോപ്പർട്ടീസും ഒന്നും ചേഞ്ച് ആവുകയില്ല. ഇനി അഞ്ചാമത്തത് ദ ഫോർമേഷൻ ഓഫ് എ കോമ്പൗണ്ട് ഫ്രം ഇറ്റ്സ് എലമെൻറ്റ് ഒക്കർ ത്രൂ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് അൺലൈക്ക് എലമെൻറ്റ്സ് ഇൻ സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പോൾ ഒന്നിൽ കൂടുതൽ എലിമെൻറ്റുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് അവിടെ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എലമെൻറ്റ്സ് തമ്മിൽ ഒരു സ്മോൾ ഹോൾ നമ്പർ റേഷ്യോ ഉണ്ടാകുന്നു. അപ്പോൾ ഇത്രയാണ് ഡാൾട്ടൻ്റെ അറ്റോമിക് ലോ, മീൻസ് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയിൽ പറയുന്ന പോസ്റ്റുലേറ്റ്സ്. 5 പോസ്റ്റുലേറ്റ്സ് ഉണ്ട്. ഇനി വാട്ട് ഈസ് എൻ ആറ്റം? ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് ബ്ലോക്കാണ് എന്ന് പറയാം. ഏറ്റവും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു വീട് വെക്കുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു കല്ലല്ലേ അവിടെ വെക്കുന്നത്. അപ്പോൾ ആ ഒരു കല്ലിനെയാണ് ഒരു ആറ്റം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എൻ എലമെൻറ്റ് റിറ്റെയിൻസ് ഇറ്റ്സ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇറ്റ് ഈസ് ദ ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് മാറ്റർ. ദർ ആർ ഇൻഡിവിസിബിൾ ആൻഡ് ഇൻഡസ്ട്രക്റ്റബിൾ. മീൻസ് ആറ്റം എന്ന് വെച്ചാൽ ഏറ്റവും സ്മോളസ്റ്റ് ഒരു എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളാണ്. പിന്നെ അതൊരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ആവുന്നില്ല. അതൊരു മാറ്ററിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ്. പിന്നെ ആറ്റത്തിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. രണ്ടാമത്തെ ടേമാണ് മോളിക്യൂൾസ്. മോളിക്യൂൾസ് എന്താണെന്ന് വെച്ചാൽ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന കോമ്പൗണ്ട്. മീൻസ് മോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അതിൽ ഡയാറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്, പോളി ആറ്റോമിക് മോളിക്യൂൾസ് ഉണ്ട്. ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഒരേ ആറ്റങ്ങൾ തന്നെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഡയാറ്റോമിക് മോളിക്യൂൾസ്. അതിന് എക്സാമ്പിളാണ് ഹൈഡ്രജൻ, H2. 2 ഹൈഡ്രജൻ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടാണ് H2 ഉണ്ടാകുന്നത് അല്ലേ. അതുപോലെ പോളി ആറ്റോമിക് എന്ന് പറയുമ്പോൾ വാട്ടർ മോളിക്യൂള്, പിന്നെ അമോണിയ, ഇതൊക്കെ പോളി ആറ്റോമിക്. വാട്ടർ എന്ന് പറയുമ്പോൾ H2O ആണ്, അമോണിയ എന്ന് പറയുമ്പോൾ NH3 ആണ്. അപ്പോൾ ഇതാണ് പോളി ആറ്റോമിക് മോളിക്യൂൾസിന് എക്സാമ്പിൾസ്.
ഇനി എലമെൻറ്റ്. എന്താണ് ഒരു എലമെൻറ്റ്? എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ an element is a substance that cannot be separated in simpler substance by chemical means. എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റിനെ നമുക്ക് നിൽക്കാൻ കഴിയുക, സെപ്പറേറ്റ്, അത് ഒരു സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എലമെൻ്റ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്, പക്ഷെ അതിനെ ഒരു സിംപ്ലർ സബ്സ്റ്റൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇതിന് അതിൻ്റേതായ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ട്. എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പീരിയോഡിക് ടേബിളിൽ കാണുന്നില്ലേ, പീരിയോഡിക് ടേബിളിൽ 118 മീൻസ് 118 എലമെൻറ്റ്സ് ആണുള്ളത്. അതിൽ 83 നാച്ചുറലി ഒക്കറിങ് ആണ്, ബാക്കി സയൻറ്റിഫിക്കലി കണ്ടുപിടിച്ചതാണ്, ന്യൂക്ലിയർ പ്രോസസ്സ് വഴി കണ്ടുപിടിച്ചതാണ്. എക്സാമ്പിൾസ്, എലിമെൻറ്റ്സിന് എക്സാമ്പിൾസ് കോബാൾട്ട്, സോഡിയം, നിക്കൽ, കോപ്പർ, അലൂമിനിയം, ആർസനിക്, ഇതൊക്കെ എലിമെൻറ്റ്സിന് എക്സാമ്പിൾസാണ്. ഇത് ഇവിടെ ഒരു ടേബിളായിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ, അലൂമിനിയം, ആർസനിക്, വേരിയം, പിന്നെ അതിൻ്റെ സിമ്പിൾസ്. സം കോമൺ എലിമെൻറ്റ്സ് ആണ് കാൽഷ്യം, കാർബൺ, ക്ലോറിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നോക്കി ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് കാണുന്നില്ലേ. അപ്പോൾ കെമിസ്ട്രീൻ്റെ റോൾ എന്താ, പിന്നെ പെർട്ടിക്കുലർ നേച്ചർ ഓഫ് മാറ്റർ എന്താ, ലോ ഓഫ് കൺസർവേഷൻ, വാട്ട് ഈസ് എൻ ആറ്റം, മോളിക്യൂള്, പിന്നെ സോഡിയത്തിൻ്റെ സിമ്പിൾ എന്തുകൊണ്ടാണ് എൻ എന്ന് വന്നത്. അപ്പോൾ സോഡിയത്തിന് സിമ്പിൾ എൻ എന്ന് വന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സോഡിയത്തിൻ്റെ ലാറ്റിൻ നെയിം ഇതിവിടെ കണ്ടില്ലേ, സോഡിയത്തിൻ്റെ നാട്രിയം എന്ന് പറയുന്നതാണ് സോഡിയം, അതിൻ്റെ ലാറ്റിൻ നെയിമാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഫസ്റ്റ്, ഈ ഒരു നാട്രിയത്തിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സാണ് NA എന്ന് കൊടുത്തത്. ഓക്കെ. ഇനി SI യൂണിറ്റ്. എന്താണ് SI യൂണിറ്റ്? SI യൂണിറ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് SI യൂണിറ്റ്. പിന്നെ SI യൂണിറ്റിന് എക്സാമ്പിൾസ് ലെങ്ത്ത്, മാസ്, മീറ്റർ. അപ്പോൾ ലെങ്ത്തിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി, നെയിം ഓഫ് SI യൂണിറ്റ്, പിന്നെ അതിൻ്റെ സിമ്പിൾ, അതൊരു ടേബിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നോക്കാം. ലെങ്ത്ത് മീറ്റർ, എം, മാസ് കിലോഗ്രാം, kg, ടൈം സെക്കൻഡ്, പിന്നെ ഇലക്ട്രിക്കൽ കറണ്ട് ആംപിയർ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കാം. SI യൂണിറ്റ് എന്ന് പറയുന്നത് മെഷർമെൻറ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന യൂണിറ്റ്സ് ആണ്. പിന്നെ ഇത് 1960 ജനറൽ കോൺഫറൻസ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ്, ഒരു ഇൻ്റർനാഷണൽ അതോറിറ്റിയായ ജനറൽ കോൺഫറൻസ് ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് ആണ് ഈ ഒരു SI യൂണിറ്റ് മുന്നോട്ട് കൊണ്ടുവന്നത്, ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. പിന്നെ അതിൻ്റെ ഈ ഒരു ടേബിളും കാര്യങ്ങളും നോക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ കുറേ പ്രിഫിക്സ്, സിമ്പിൾസ്, മീനിങ്, എക്സാമ്പിൾസ്, ഓരോ യൂണിറ്റ്സ് ആണ്, ഓരോ അളവുകൾ. SI യൂണിറ്റിൻ്റെ ഇവിടെ ടെര എന്ന് പറയുമ്പോൾ T വരും, പിന്നെ അതിൻ്റെ മീനിങ്, അത് എത്ര എമൗണ്ടാണ്. 1 ടെറാമീറ്റർ എന്ന് പറയുന്നത് 1 × 10⁻12 മീറ്ററാണ്. അപ്പോൾ ആ ഒരു ഇതൊന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കാം. പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. എന്നുവെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് വരുള്ളൂ, ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇനി മോൾ എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മോൾ എന്ന് വെച്ചാൽ 6.022 × 10⁻23 ആണ്. 23 എലിമെൻ്ററി എൻറ്റിറ്റീസ് എന്ന് പറയും. ഇതിനെയാണ് അവഗാഡ്രോ കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത്. അവഗാഡ്രോ കോൺസ്റ്റൻ്റ് ആണ് 6.022 × 10⁻23. ഓക്കെ. ഇത് ഇറ്റാലിയൻ സയൻറ്റിസ്റ്റായ അമേഡിയോ അവഗാഡ്രോ ആണ് ഈ ഒരു നമ്പർ കൊണ്ടുവന്നത്. അപ്പോൾ അവരുടെ ഒരു ഹോണറബിൾ ആയിട്ടാണ് നമ്മൾ അവഗാഡ്രോ കോൺസ്റ്റൻ്റ് എന്ന് ഈ ഒരു നമ്പറിന് പറയുന്നത്. ഒരു മോൾ എന്ന് പറയുന്നത് 6.022 × 10⁻23 എലിമെൻ്ററി എൻറ്റിറ്റീസ് ആണ്. ഓക്കെ. ഇനി ഇവിടെ നോക്കാം. ഇവിടെ കുറേ ഇക്വേഷൻസ് ആണ് ഇനി വരുന്നത്. മോൾ, മാസ് ആൻഡ് നമ്പർ റിലേഷൻഷിപ്പ്. അപ്പോൾ മോളും മാസും നമ്പർ റിലേഷൻഷിപ്സും. അതിൽ ഫസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അറ്റോമിക് മാസ് യൂണിറ്റ് ആണ്. അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 അറ്റോമിക് മാസ് യൂണിറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ മാസ് എക്സാക്ട്ലി ഈക്വൽ ടു 1/12 ഓഫ് മാസ് ഓഫ് ദ കാർബൺ 12 ആറ്റം. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ 1/12 ആറ്റത്തിനെയാണ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 1 AMU ആണ്. 1 AMU ഈസ് ഈക്വൽ ടു മാസ് ഓഫ് 1 കാർബൺ 12 ആറ്റം ഡിവൈഡഡ് ബൈ 12. ഇതിനെ യൂണിഫൈഡ് അറ്റോമിക് മാസ് യൂണിറ്റ് എന്നും ഡാൾട്ടൺ എന്നും പറയുന്നുണ്ട്. രണ്ടാമത്തേതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് ആൻഡ് മോളിക്കുലാർ മാസസ്.
അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെതും റിലേറ്റീവ് മോളിക്യുലർ മാസിൻ്റെയും ഇക്വേഷൻസ് നോട്ട്സ് ആയിട്ട് തരും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഇത് ക്വസ്റ്റ്യൻ തന്നാൽ അതിലേക്ക് നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ അറ്റോമിക് ആൻഡ് മോളിക്യുലർ ആൻഡ് ഫോർമുല മാസ്, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പിന്നെ നോട്ട്സും തരും. ഈ മോളാർ മാസ്, എന്താണ് ഒരു മോളാർ മാസ്? മോളാർ മാസ് എന്ന് പറയുന്നത് മാസ് ഓഫ് 6.022 ഇൻറ്റു 10⁻23 എലിമെൻ്ററി എൻറ്റിറ്റീസ് ആണ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഓഫ് ആറ്റംസ് ആണ്, മീൻസ് ദ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലിമെൻറ്റ്സ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിൽ അടങ്ങിയിട്ടുള്ള, ഒരു മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുള്ള അറ്റോമിക് മാസുകൾ, അതിൻ്റെ എലിമെൻസിൻ്റെ അറ്റോമിക് മാസുകളുടെ സം, അതിൻ്റെ ആകെ തുകയ്ക്കാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. എത്ര ആറ്റംസ്, എത്ര എലിമെൻറ്റ്സ് അതിലുണ്ട്, അതിൻ്റെയൊക്കെ അറ്റോമിക് മാസിൻ്റെ സമ്മിനെയാണ് മോളാർ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ മാസ് ഓഫ് CH4 ആണ് ഇവിടെ എക്സാമ്പിളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇല്ലേ, മോളാർ മാസ് ഓഫ് CH4 എന്ന് പറയുമ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. റിലേറ്റീവ് അറ്റോമിക് മാസ് ഇവിടെ കൊടുത്തത് കണ്ടോ, കാർബണിൻ്റെത് 12 ആണ്, ഹൈഡ്രജൻ്റെത് 1 ആണ്. അപ്പോൾ 12 + CH4 അല്ലേ, മീഥേൻ CH4. അപ്പോൾ 12 × 4, 12 + 4 × 1 വരും. ഹൈഡ്രജൻ്റെത് 1 അല്ലേ റിലേറ്റീവ് അറ്റോമിക് മാസ്. അപ്പോൾ 4 ഹൈഡ്രജൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ 12 + 4 × 1, അപ്പോൾ 18 വരും അല്ലേ, 16. 12 + 4 വരും, 16 യൂണിറ്റ്സ് ആണ്. അപ്പോൾ റിലേറ്റീവ് അറ്റോമിക് മാസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് U ആണ്, സ്മോൾ ലെറ്റർ U. ഇനി മോളിക്കുലാർ സബ്സ്റ്റൻസിൻ്റെയും അയോണിക് കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ മാസ്, അത് സിമ്പിളാണ്. ഇതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് ഇവിടെ കണ്ടോ മോളാർ മാസ് ഓഫ് ഓക്സിജൻ. അപ്പോൾ ഇവിടെ 2 × എന്ന് പറയുന്നത് ഇവിടെ H2O ഉള്ളത് കൊണ്ടാണ്. H2O എന്ന് പറയുമ്പോൾ 2 ഹൈഡ്രജൻ ഉണ്ടാവും അല്ലേ. 2 × മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ പ്ലസ് മോളാർ മാസ് ഓഫ് ഓക്സിജൻ ആണ്. ഓക്കെ. അതുപോലെ തന്നെ മോളാർ മാസ് ഓഫ് അയോണിക് കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് എന്ന് പറയുന്നത് മോളാർ മാസ് ഓഫ് സോഡിയം പ്ലസ് മോളാർ മാസ് ഓഫ് ക്ലോറിൻ മൈനസ് ആണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താലാണ് നമുക്ക് ഒരു കോമ്പൗണ്ടിൻ്റെ മോളാർ മാസ് അവിടെ കിട്ടുന്നത്. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇൻഡെക്സ് ക്വസ്റ്റ്യനും. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾസ് നോക്കിയിട്ട് വേണം ഈ ഒരു ഇൻഡെക്സ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഏതെങ്കിലും എമൗണ്ട് മോളിക്കുലാർ മാസ് അങ്ങനെ വേണമെങ്കിൽ അത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോബ്ലംസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ചെയ്തില്ലെങ്കിൽ എന്താവും, നമുക്കിത് മനസ്സിലാവത്തില്ല, പിന്നെ ഇതങ്ങ് വിട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് ട്രൈ ചെയ്യുക. മീൻസ് ഇതിലെ ഇൻഡെക്സ് ക്വസ്റ്റ്യൻസും പിന്നെ എക്സാമ്പിൾസും ഇത് നോക്കുകയും വേണം, ചെയ്യാൻ വേണം. ഓക്കെ. പിന്നെ മോളാർ വോളിയം എന്ന് പറയുന്നത് മോളാർ മാസ് ബൈ ഡെൻസിറ്റി. അപ്പോൾ വോളിയം ആകുമ്പോൾ അവിടെ ഒരു ഡെൻസിറ്റി എന്ന് പറയുന്ന ഒരു എമൗണ്ടാണ് അവിടെ വരുന്നത്. പിന്നെ മാസ്, മോളാർ മാസ് ആൻഡ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് N ആണ് കേട്ടോ, സ്മോൾ ലെറ്റർ N ആണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ്. അത് എന്ന് പറയുന്നത് മാസ് ഓഫ് സബ്സ്റ്റൻസ്. അപ്പോൾ സബ്സ്റ്റൻസിൻ്റെ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സബ്സ്റ്റൻസ്. മാസ് ഓഫ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ MO ആണ്. മോളാർ മാസ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ M ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സബ്സ്റ്റൻസിൻ്റെ മാസ് കാണാൻ പറ്റും. സബ്സ്റ്റൻസിൻ്റെ മാസ് എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ഓഫ് മോളാണുള്ളത് ഇൻറ്റു മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സബ്സ്റ്റൻസ് ഇൻറ്റു മോളാർ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻസ് നിങ്ങൾ നോക്കുക. എന്നാൽ തന്നെ ഇത് സിമ്പിളാണ്, ചെറിയൊരു ചാപ്റ്ററാണ്, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ മോളിക്കുലാർ ഫോർമുല ആൻഡ് എംപിരിക്കൽ ഫോർമുല, അത് നമുക്കറിയാലോ. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള മുഴുവൻ നമ്പേഴ്സും നമ്മൾ എഴുതണം. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ജസ്റ്റ് അതിൽ ഏതൊക്കെ എലിമെൻറ്റ്സ് ആണോ ഉള്ളത്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് എടുക്കുക, C2H6O12. അപ്പോൾ C6H12O6 ആണ് അല്ലേ ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്, C6H12O6. അപ്പോൾ അതിൻ്റെ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2O. അതിൻ്റെ ഏറ്റവും ചെറിയ ഫോമുലാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതുന്നത്.
അതിൻ്റെ റിലേറ്റീവ് നമ്പേഴ്സ് മാത്രമേ അവിടെ എഴുതൂ. പക്ഷേ മോളിക്കുലർ ഫോർമുലയിൽ ആ നമ്പേഴ്സ് എത്ര നമ്പേഴ്സ് ഓഫ് ആറ്റംസ് അതിലുണ്ട് അത് മുഴുവനും എഴുതും. പിന്നെ അതുപോലെ ഈതൈൻ്റെ C2H6 ആണ് മോളിക്കുലർ ഫോർമുല. എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH3 മാത്രമായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പറയുന്ന കോമ്പൗണ്ടാണ് കെമിക്കൽ കോമ്പോസിഷൻ ആൻഡ് ഫോർമുല. അപ്പോൾ കെമിക്കൽ കോമ്പോസിഷൻ അതിൽ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ആണ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പെർസെൻറ്റേജ് കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ അതിൽ എത്ര എമൗണ്ട്സ് ഓഫ് അടങ്ങിയിട്ടുണ്ട്, ഓരോ എലിമെൻറ്റും എത്ര എമൗണ്ട് അടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ പെർസെൻറ്റേജ് കോമ്പൗണ്ട് കാണാനുള്ള ഇക്വേഷനാണ് മാസ് ഓഫ് എലിമെൻറ്റ് ഇൻ വൺ മോളിക്കുലർ ഫോർമുല or in one empirical formula divided by molar mass of compound into 100 പെർസെൻറ്റേജ് ആണല്ലോ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളിന് കൊടുത്തത് Al2O3 അമോണിയയുടെ പെർസെൻറ്റേജ് എത്രയാണ് അത് കാണാൻ വേണ്ടിയിട്ട് മാസ് ഓഫ് അലൂമിനിയം ഇൻ പെർസെൻറ്റേജ് ഓഫ് അലൂമിനിയം. ഓക്കെ, അപ്പോൾ മാസ് ഓഫ് അലൂമിനിയം ഇൻ 1 mol Al2O3 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് Al2O3. അപ്പം അലൂമിനിയത്തിൻ്റെ മാസ് 1 mol ഓഫ് Al2O3 ഉള്ള അലൂമിനിയത്തിൻ്റെ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് അലൂമിനിയം ഓക്സൈഡ് ട്രയോക്സൈഡ്. അപ്പോൾ Al2O3 ഇൻറ്റു 100 ആണ്. അപ്പോൾ ഇത് ചെയ്തിട്ട് വരുന്ന ഒരു ആൻസർ ഉണ്ടാവില്ല, അതാണ് ഈ ഒരു അലൂമിനിയത്തിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ വേറെയും എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കുക, ശ്രദ്ധിക്കുക കേട്ടോ. നെക്സ്റ്റ് ഉള്ളതാണ് കെമിക്കൽ ഇക്വേഷൻ ആൻഡ് റിയാക്ഷൻ സ്റ്റോഷിയോമെട്രി. മീൻസ് ഒരു കെമിക്കൽ ഇക്വേഷനിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, മീൻസ് അതിൽ അടങ്ങിയിരിക്കുന്ന അതൊരു ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷൻ ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള ഇൻഫോർമേഷൻസാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ, 4Fe solid plus 3O2 gas gives Fe2O3 solids. അപ്പോൾ ഈ ഒരു റിയാക്ഷനിൽ 2 തരത്തിലുള്ള ഇൻഫോർമേഷൻസാണ് അടങ്ങിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസുമാണ്. ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ അയണും ഓക്സിജനും കൂടി റിയാക്ട് ചെയ്തിട്ട് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്, ഇതാണ് അതിൻ്റെ ക്വാളിറ്റേറ്റീവ് റിയാക്ഷൻ. അതിൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും എന്താണെന്ന് പറയുന്നത്. അയണും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് അയൺ ഓക്സൈഡ് ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്ക്, ഇനിയാണ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ എന്ന് പറയുമ്പോൾ അതിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ടാവും, മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസും ഉണ്ടാവും. മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് അതിൻ്റെ ആറ്റംസ്, മോളിക്യൂൾസ്, പിന്നെ അതിൽ എത്ര ഫോർമുല യൂണിറ്റ്സ് ആണുള്ളത്. മാക്രോസ്കോപ്പിക് ആകുമ്പോൾ അതിൻ്റെ മോൾസ്, പിന്നെ മാസസ്, വോളിയംസ് ഓഫ് ദ റിയാക്റ്റൻസ് ആൻഡ് പ്രോഡക്ട്സ്. അപ്പോൾ റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും മാസസും വോളിയവും പിന്നെ അതിലടങ്ങിയിരിക്കുന്ന എത്ര മോൾസ് ആണുള്ളത്, ഇതാണ് മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു റിയാക്ഷനിൽ മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് ആണ് ഇനി പറയുന്നത്. മൈക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റിയാക്ഷനിൽ 4 അയണാണല്ലോ ഉള്ളത്, 4 അയണും 3 ഓക്സിജനും. അപ്പോൾ ഇവിടെ 4 അയണും പിന്നെ 3 ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് 2 ഫോർമുല യൂണിറ്റ്സ് ഓഫ് അയൺ ഓക്സൈഡാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഇനി മാക്രോസ്കോപ്പിക് ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് മോൾ റിലേഷൻഷിപ്പ്. അപ്പോൾ മോൾ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ 4 മോൾസ് ഓഫ് അയണും 3 മോൾസ് ഓഫ് ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് 2 മോൾസ് ഓഫ് അയൺ ഓക്സൈഡാണ് ഇവിടെ ഫോം ചെയ്തത്. ഇതിൻ്റെ മാസ് റിലേഷൻഷിപ്പ്. അപ്പം മാസ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ റിലേറ്റീവ് അറ്റോമിക് മാസ് നമ്മൾ കാണണം. ഒരു റിലേറ്റീവ് അറ്റോമിക് മാസ് പറയുന്നത് ഇവിടെ അയണിൻ്റെത് 223.2 ഗ്രാമാണ്. മാത്രമല്ല ഓക്സിജൻ്റെ പറയുന്നത് 96 ഗ്രാമാണ്. അപ്പോൾ 223 ഗ്രാം ഓഫ് അയണും 96 ഗ്രാം ഓഫ് ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് 319.2 ഗ്രാം ഓഫ് അയൺ ഓക്സൈഡാണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കുക, ഈ ഒരു റിയാക്ഷനെ നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. ഒരു റിയാക്റ്റൻസിൻ്റെയും 2 റിയാക്റ്റൻസിൻ്റെയും മാസസിന് ഈക്വലായി, ടോട്ടൽ മാസസിന് ഈക്വലായിരിക്കും ഒരു പ്രോഡക്റ്റിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ വോളിയം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ STPയിലാണ് നോക്കുന്നത് വോളിയം റിലേഷൻഷിപ്പ്. അപ്പോൾ വോളിയം റിലേഷൻഷിപ്പിൽ
ഇവിടെ എന്താണ് STPയിൽ ഒരു 1 mole ഓഫ് ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് 22.7 ലിറ്റേഴ്സ് ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, എന്നാലും നമ്മൾ ആ ഒരു വാല്യൂ തന്നെയാണ് എഴുതാം. 22.7 ലിറ്റർ ആണ്. ഇവിടെ നോക്കുക, ഇവിടെ ഓക്സിജനാണ് അല്ലെ ഗ്യാസ് ആയിട്ടുള്ളത്. അപ്പോൾ 3 mole ഓഫ് ഓക്സിജനാണ്. അപ്പോൾ 3 × 22.7 ലിറ്റർ അറ്റ് STP സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിലാണ് കേട്ടോ ഈ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ ഇത് 68.1 ലിറ്റർ അറ്റ് STP. അപ്പോൾ STPയിൽ ഇതിൻ്റെ വോളിയം, ഈ ഒരു ഓക്സിജൻ്റെ വോളിയം എന്ന് പറയുന്നത് 68.1 ലിറ്റർ ആണ്. ഓക്കെ, ഇനിയുള്ളതാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇവിടെ കുറേ എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് നോക്കണം കേട്ടോ, എക്സാമ്പിൾ നോക്കണേ. ടെക്സ്റ്റ് ബുക്കിലുള്ള എക്സാമ്പിൾ നിർബന്ധമായിട്ടും നോക്കണം. ലാസ്റ്റ് ടോപ്പിക്കാണ്, ഇതിലുള്ള ലാസ്റ്റ് ടോപ്പിക്കാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. എന്താണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്? ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ ടോട്ടലാണ് ഒരു ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ HCl ആണ് നമുക്ക് ഉണ്ടാക്കേണ്ട പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനും ക്ലോറിനും ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജനും 5 ക്ലോറിനും ആണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്. 2 ഹൈഡ്രജനും 5 ക്ലോറിനും, അത് രണ്ടും ഫോം ചെയ്തിട്ട് നമുക്ക് HCl ഉണ്ടാക്കണം അല്ലേ. ഇവിടെ നോക്കുക നിങ്ങൾ, 2 ഹൈഡ്രജനും 5 ക്ലോറിനും ആണെങ്കിൽ 2 ഹൈഡ്രജൻ്റെ കൂടെ 2 ക്ലോറിനല്ലേ കമ്പൈൻ ചെയ്യുള്ളൂ. 2 ഹൈഡ്രജൻ്റെ കൂടെ 2 ക്ലോറിൻ മാത്രമേ കമ്പൈൻ ചെയ്യുള്ളൂ. ബാക്കി 3 ക്ലോറിൻസ് ആണ് ബാക്കിയാണല്ലേ, അത് എക്സസ് റിയേജൻ്റാണ്. അപ്പോൾ ഇവിടെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനല്ലേ ഇവിടെ കുറവുള്ളത്, ആ ഒരു ഹൈഡ്രജനാണ് എത്ര നമ്പേഴ്സ് ഓഫ് HCl മോളിക്യൂൾസ് അവിടെ ഫോം ചെയ്യണം തീരുമാനിക്കുന്നത് ഈ ഒരു ഹൈഡ്രജനാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഹൈഡ്രജനെ ലിമിറ്റിംഗ് റിയേജൻ്റ് എന്ന് പറയുന്നത്. ഒരു റിയാക്ഷനിൽ അതിൻ്റെ പ്രോഡക്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന എത്ര നമ്പേഴ്സ് ഓഫ് പ്രോഡക്റ്റ് വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ ഒരു ലിമിറ്റിംഗ് റിയേജൻ്റ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻ്റ് കാണാനുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അതിൻ്റെ എമൗണ്ട് എഴുതി നോക്കിയാൽ മതി. അതിന് നോട്ട് ഞാൻ തരാം കേട്ടോ, എന്നാൽ കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് 4Na++ 3Cl- gives 3NaCl+, Na+. മീൻസ് ഇവിടെ 4 സോഡിയവും 3 ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ട് 3 NaCl ഒരു മോളിക്യൂൾ അവിടെ ഉണ്ടാവുന്നുണ്ട്, പ്ലസ് Na+. ഇവിടെ Na+ എന്ന് പറയുന്നത് ബാക്കിയല്ലേ. അപ്പോൾ ഈ ഒരു Na+ ആണ് ഇവിടെ എക്സസ് റിയേജൻറ്റ്. ഇവിടെ ക്ലോറിൻ മൈനസ് ആണ് ഈ ഒരു റിയാക്ഷനിൽ ഒരു മീൻസ് അതിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഡിസോൾവ് ആവുന്നുണ്ട്. ബാക്കി ഒരു Na+ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ക്ലോറിൻ മൈനസ് ആണ് അവിടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. Na+ എന്ന് പറയുന്നത് എക്സസ് റിയേജൻ്റാണ്. എന്ന് വെച്ചാൽ ടോട്ടലി പറയുകയാണെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ മുഴുവനായിട്ടും പങ്കെടുക്കുന്ന ഒരു റിയേജൻറ്റിനെയാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്ന് പറയുന്നത്. ബാക്കി പ്രോഡക്റ്റിൻ്റെ കൂടെ ഉണ്ടാവുന്ന അതിനെ നമ്മൾ എക്സസ് റിയേജൻറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബ്ലംസ് ഒരുപാട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇനി നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞ ടോപ്പിക്സ് ഇതിലുണ്ടോ. ഫസ്റ്റ് വണ് എന്താണ് ഈ ഒരു കെമിസ്ട്രീൻ്റെ റോള്, ഹെൽത്ത് ആൻഡ് മെഡിസിൻ, എനർജി ആൻഡ് എൻവയോൺമെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് ടെക്നോളജി, ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ. പിന്നെ പെർട്ടിക്കുലേറ്റ് മാറ്റർ ഓഫ് ആറ്റത്തിൻ്റെ പെർട്ടിക്കുലേറ്റ് മാറ്റർ. പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, 3 ലോസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, പിന്നെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ഡാൽട്ടൻ്റെ അറ്റോമിക് തിയറി, പിന്നെ ആറ്റം, മോളിക്യൂൾസ്, എലമെൻറ്റ്സ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു. പിന്നെ റിലേറ്റീവ് അറ്റോമിക് മാസസ്, പിന്നെ അതിൻ്റെ കുറേ ഇക്വേഷൻസ് അല്ലേ. പിന്നെയുള്ളത് മോളാർ മാസ് എന്താ, മോളാർ വോളിയം എന്താ, അതൊക്കെ പറഞ്ഞു. പിന്നെ എംപിരിക്കൽ ഫോർമുല എന്താണ്, മോളിക്കുലാർ ഫോർമുല എന്താണ്, ലിമിറ്റിംഗ് റിയേജൻറ്റ് എന്താണ്, പിന്നെ സ്റ്റോഷിയോമെട്രി അല്ലേ. ഒരു കെമിക്കൽ കോമ്പൗണ്ട് നമുക്ക് മീൻസ് ഒരു കെമിക്കൽ റിയാക്ഷൻ തന്നാൽ അതിലുള്ള സ്റ്റോഷിയോമെട്രി, അതിലടങ്ങിയിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്തൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ, ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ എന്താ ചെയ്യുക, വീഡിയോ കാണാം, നോട്ട് എഴുതുക, നോട്ട് നോക്കുക, എന്നാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. മാത്രമല്ല ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ക്ലിയർ ആയില്ലേ? ഓക്കെ.